സംസ്ഥാനത്തെ സ്മാർട്ട് റോഡ് പണി ഉടൻ പൂർത്തിയാക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായി. രൂക്ഷമായ വെള്ളക്കെട്ടിൽ ജനജീവിതം ദുസ്സഹമായതോടെ ജൂൺ 15-നകം, അതായത് ഇന്നലേക്കുള്ളിൽ റോഡ് പണി തീർക്കുമെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി നൽകിയ ഉറപ്പ്. എന്നാൽ നഗരത്തിന്റെ പലയിടങ്ങളിലും പണി തീരാൻ ഇനിയും ദിവസങ്ങൾ വേണം. ഇതോടെ ആശങ്കയിലായിരിക്കുകയാണ് ജനങ്ങൾ. സുനിഷ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. MG രാധാകൃഷ്ണൻ റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നേരത്തെ തന്നെ ഈ ഭാഗങ്ങളിൽ റോഡ് പണി മാസങ്ങളായി തന്നെ തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോഴും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരുപക്ഷെ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ഈ വെള്ളപ്പൊക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജൂൺ 15-നകം തന്നെ ഈ സ്മാർട്ട് റോഡ് സ്മാർട്ടാകുമെന്നതായിരുന്നു നൽകിയിരുന്ന ഉറപ്പ്. പക്ഷേ ദിവസം സമയപരിധി അവസാനിച്ചിട്ടും റോഡുകൾ സ്മാർട്ടായിട്ടില്ല എന്ന് കാണിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഇത് ഒരു സ്ഥലത്ത് മാത്രം പ്രശ്നമല്ല, മറിച്ച് ഈ അട്ടകുളങ്ങര ഭാഗത്തേക്ക് പോയാൽ, ചാല ഭാഗത്തേക്കൊക്കെ പോയാൽ ഇതിലേറെ ദയനീയമാണ് റോഡുകളുടെ അവസ്ഥ എന്നതാണ്. പണി നടക്കുന്നുണ്ടെങ്കിൽ പോലും എങ്ങും എത്തുന്നില്ല എന്നതാണ്. ഓടകളൊന്നും തന്നെ കൃത്യമായി കഴിഞ്ഞ ഈ മഴക്കാലത്ത് ഈ ഓടകളിൽ വെള്ളം നിറഞ്ഞ റോഡ് വെള്ളം കുളമായ ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് തന്നെ ഈ കടകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറുന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അന്നാണ് അവലോകന യോഗം ചേരുകയും ഉടൻ തന്നെ ഓടകളുടെ നിർമ്മാണം പൂർത്തിയാക്കും, ഒപ്പം തന്നെ റോഡിൽ കുഴിച്ചിരിക്കുന്ന കുഴികളൊക്കെ തന്നെയും അടക്കാനുള്ള നടപടികൾ എടുക്കുമെന്നും അറിയിച്ചിരുന്നത്. പക്ഷേ അതൊന്നും തന്നെ എങ്ങും എത്തിയിട്ടില്ല എന്നതാണ്. കാരണം കാലവർഷം എത്തിക്കഴിഞ്ഞു. ശക്തമായ മഴ ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും വരുന്ന ദിവസങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യത കൂടി പ്രവചിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു മഴക്കാലം വേണ്ടി വരുമോ, വീണ്ടും ഒരു അവലോകന യോഗം ചേരാനും സമയപരിധി നിശ്ചയിക്കാനും എന്നതാണ് തലസ്ഥാനത്തെ ജനങ്ങൾ ചോദിക്കുന്നതും. ഏതായാലും നിലവിൽ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് തലസ്ഥാനവാസികളുള്ളത്. കാരണം ചില റോഡുകൾ, പ്രധാനമായും പറഞ്ഞാൽ വലിയൊരു പ്രശ്നം നേരിട്ടൊരു റോഡായിരുന്നു ജനറൽ ആശുപത്രി വഞ്ചൂർ റോഡ്. അവിടെയൊക്കെ തന്നെയും ആദ്യഘട്ട ടാറിംഗ് ഒക്കെ പൂർത്തിയാക്കി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തൈക്കാട് വഴുതക്കാട് ഭാഗത്തേക്ക് പോകുന്ന റോഡുകളൊക്കെ തന്നെയും കൃത്യമായി തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡിവൈഡറിൻ്റെ പണിയായാൽ പോലും, ഓടകളുടെ പ്രവർത്തനമായാൽ പോലും അത് തുടരുകയും ചെയ്യുന്നു. പക്ഷേ അതിലേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഇത്തരത്തിൽ ചാലാ ഭാഗത്തേക്കും ഈ MG രാധാകൃഷ്ണൻ റോഡിലേക്ക് പോകുന്നവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ഭാഗത്ത് ഇവർ പറയുന്നത് ഒരു ഭാഗത്തെ പണി തീർത്തിട്ട് പോരെ അടുത്ത ഭാഗത്തെ എന്നുള്ളതാണ്. കാരണം നടക്കാൻ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഒപ്പം തന്നെ കടകളിലേക്കൊക്കെ ഈ ഓടകളുടെ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് തന്നെ കടകളിലേക്ക് ഈ പാലമിട്ടാണ് പലപ്പോഴും കടകളിലേക്ക് പോകാൻ കഴിയുന്നത്. അതൊരു കച്ചവടം നടക്കുന്നില്ല എന്ന് കച്ചവടക്കാർ പറയുന്നു. ഒരു മഴക്കാലം വന്നാൽ കടകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ വെള്ളം കെട്ടിക്കിടന്ന് അത് വലിയ രോഗങ്ങൾക്ക് കാരണമാകുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ ഇതിലൂടെ പറയുന്നുണ്ട്. ഏതായാലും മന്ത്രി നേരത്തെ ഏപ്രിൽ അവസാനമായി പൂർത്തിയാക്കുമെന്ന് പറയുന്നു. പിന്നീട് അത് മെയ് അവസാനം പൂർത്തിയാക്കുമെന്നതായി. ഇപ്പോൾ ജൂൺ 15 എന്ന് പറഞ്ഞതും പാഴ്വാക്കായിരിക്കുകയാണ്. പക്ഷേ ഇനി എപ്പോൾ എന്നുള്ളതാണ്. ഈ ഒരു സമയപരിധി വേണ്ട, മറിച്ച് ഒരു കൃത്യമായ പണി നടത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പൂർത്തിയാക്കി തരണമെന്നതാണ് തലസ്ഥാനത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഏതായാലും അത് ഉടൻ ഉണ്ടാകുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടതും. ഓക്കെ, സുനിഷ അയ്യല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടല്ലോ. അവിടെ പണി ഇനിയും പൂർത്തിയാകാനുണ്ട്. അത് പെട്ടെന്ന് പൂർത്തിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു തീയതി കൃത്യമായി പറയുമ്പോൾ അതിനുള്ളിൽ പണി തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും നാട്ടുകാർ കുറ്റം പറയുമെന്നുള്ളത് ഉറപ്പാണ്.